അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്ത ദിവസമാണ്, എന്നാലും രാവിലെ തന്നെ എണീറ്റു. പിന്നെന്താ, ഇന്നിപ്പോൾ ഓരോ പണികൾ ചെയ്യണം. നല്ല മഴയുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ പുറത്തൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെയും പോലെ തന്നെ ഇന്ന് മീനൊക്കെ വെള്ളത്തിലിടാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചാളയാണ് വെള്ളത്തിലിടാൻ പോണത്. ചാള മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് അത്യാവശ്യത്തിന് എടുത്ത് വെള്ളത്തിലിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഞങ്ങളങ്ങനെയാണ് കേട്ടോ, മീൻ മേടിക്കുമ്പോൾ ഒരുമിച്ച് വാങ്ങി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. അപ്പോൾ എപ്പോഴും പോയി മേടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ എടുത്ത് വെള്ളത്തിലിട്ട് എടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ചാള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചാള ഞാൻ വെള്ളത്തിലിട്ടുണ്ട്. അതായത് വെള്ളം ഒഴിച്ച് വയ്ക്കണം. അപ്പോൾ നല്ല വലിപ്പമുള്ള ചാളയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വലിപ്പമുള്ള ചാളയുടെ ഉള്ളിൽ ഇപ്പോൾ നല്ല പലിഞ്ഞീനുണ്ടല്ലോ, അങ്ങനെ കുറേ പലിഞ്ഞീനും കിട്ടും ഇത്. അപ്പോൾ ഇത് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ചാളയുടെ തണുപ്പൊക്കെ പോയി വരുമ്പോഴത്തേനും നമുക്ക് പച്ചക്കറികളൊക്കെ വെക്കാനുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുക. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ വെണ്ടയ്ക്കാണ്. അപ്പോൾ വെണ്ടത്തൈ ഒരു 5-8 തൈയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുമ്മ ദിവസേന ഈ 2 വെണ്ടയ്ക്കൊക്കെ ഇതും കിട്ടും. അപ്പോൾ ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് നമ്മൾ ഒരു കറിക്കുള്ളതാവുമ്പോൾ ഒരു പെരിക്കുള്ളതാവുമ്പോൾ എടുത്ത് പെരി ഉണ്ടാക്കും. പിന്നെ ഇപ്പം ഉണ്ടാക്കാൻ പോണത് നമുക്ക് ദോശ ഉണ്ടാക്കാൻ പോണ ബ്രേക്ക്ഫാസ്റ്റിന് റാഗി ദോശ ഉണ്ടാക്കണം. അപ്പോൾ അതിലോട്ട് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഒരു ചുമന്ന കളറിലുള്ള ചട്നി ഇല്ലേ, അത് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് സബോള, ഉള്ളി, വെളുത്തുള്ളി, പിന്നെ നമ്മുടെ പുളി, വറ്റൽമുളക്, പിന്നെന്താ മല്ലിയില, പുതിനയില എന്തെങ്കിലും ഒത്തിരി ഇടാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാവരും കൂടി വഴറ്റിയതിന് ശേഷം ചൂടാറിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇത് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് അടിച്ചെടുത്ത് ഉപ്പും കൂടി ചേർക്കണം. അപ്പോൾ നമ്മുടെ ചുവന്ന ചട്നി അതേ ടേസ്റ്റിൽ തന്നെ കേട്ടോ നമുക്ക് കിട്ടുക. പിന്നെ ഞാൻ വെള്ള ചട്നിക്കുള്ള അതും അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നാളികേരവും കൂടി അരച്ചെടുത്താൽ മതി. അപ്പോൾ രണ്ടും കൂടി ഇനിയിപ്പോൾ കാച്ചി ഒഴിക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ടിലേക്കും കൂടി കടുക് പൊട്ടിക്കണം. അപ്പോൾ ഇതിലേക്ക് കോരി ഒഴിച്ചു കൊടുക്കാൻ മതി കേട്ടോ. ചുവന്ന ചട്നിയിലോട്ട് നമുക്ക് കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ 2 തരം മസാലയും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഉരുളൻകിഴങ്ങ് മസാലയും കൂടി ഉണ്ടെങ്കിൽ കഴിക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണ അതേ ഫീലിങ്സ് നമുക്ക് കിട്ടുമല്ലോ. ഇപ്പോൾ നെയ് റോസ്റ്റൊക്കെ ഹോട്ടലിൽ പോയി കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല. വീട്ടിൽ തന്നെ നമ്മൾ നെയ് റോസ്റ്റ് നല്ല കട്ടി കുറച്ചൊക്കെ ഉണ്ടാക്കിയെടുക്കില്ലേ. അതുകൊണ്ട് ഹോട്ടലിൽ നിന്ന് നെയ് റോസ്റ്റൊന്നും മേടിക്കില്ല. നമ്മൾ കഴിക്കാത്ത സാധനങ്ങൾ എന്താണ് ഹോട്ടലിൽ നിന്ന് കിട്ടണത് അത് വാങ്ങി കഴിക്കുകയുള്ളൂ ഹോട്ടലിൽ കയറുകയാണെങ്കിൽ തന്നെ. അങ്ങനെ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് മീൻ കറിയിലേക്കുള്ള നാളികേരമാണ് ഞാൻ ഉടച്ചെടുക്കണത്. അപ്പോൾ നാളികേരത്തിൻ്റെ വെള്ളം എന്നത്തെയും പോലെ ഞാൻ കുടിക്കും. ചിലപ്പോൾ ഒക്കെ പെടാറുണ്ട് കേട്ടോ. കുടിക്കുമ്പോൾ ആവും നാളികേരം ചീത്തായിട്ടുള്ള തോന്നുക. അപ്പോഴാവും വായിൽ വെച്ചതിന് ശേഷവും പിന്നെ തുപ്പിക്കളയാം. അങ്ങനെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നാളികേരം. ഞാൻ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പം ഞാൻ എളുപ്പത്തിൽ വെക്കണ ഒരു മീൻ കറിയാണ് വെക്കണത്. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറി. ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ വയ്ക്കുക. ഞങ്ങളുടെ വീട്ടിലൊക്കെ ആദ്യം ഇങ്ങനത്തെ കറികളാണ് വയ്ക്കുക. അന്നൊക്കെ അമ്മിക്കല്ലിൽ അരച്ചിട്ടാണ് വയ്ക്കുക. ഇന്നിപ്പോൾ നമ്മൾ മിക്സിയിൽ അരച്ചിട്ടില്ലേ, അന്ന് അമ്മിയിൽ അരച്ചിട്ടാണ് എന്ത് കറിയും വയ്ക്കുക. അപ്പോൾ ചക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ചക്ക പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിൽ നിന്ന് തന്നെ നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാൻ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് പൊട്ടിച്ചുകൊണ്ടാന്ന് എനിക്ക് കാണിച്ചു തന്നത്. അപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പിന്നെ ദോശ ഉണ്ടാക്കി. ഇനി ദോശ ഉണ്ടാക്കൽ പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ ചക്ക ഉപ്പേരിക്കുള്ളതെന്നും പറഞ്ഞിട്ട് പൊട്ടിച്ചുകൊണ്ട് വന്നേക്കണത്. ഇനി എന്താവും സ്ഥിതിയാവോ, പുറം കണ്ടിട്ട് പഴുക്കണ പോലെയാണ് തോന്നിയിരുന്നത്. അപ്പോൾ മുറിച്ച് നോക്കിയാൽ അറിയുള്ളൂ എന്താ വിവരം എന്നുള്ളത്. അങ്ങനെ നെയ്യൊക്കെ പറ്റി നമ്മുടെ റാഗി ദോശ നല്ല സൂപ്പർ ദോശ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാ ദോശ കഴിക്കണ പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് റാഗിയൊക്കെ കഴിക്കുക രാവിലെ. അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഒരു ദോശ, ഒരു പഴം, പിന്നെ ചട്നിയും, പിന്നെ കുറച്ച് നമ്മുടെ കൊത്തമര ഉപ്പേരി ഉണ്ടാക്കിയതും, പിന്നെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നും ചായ ചിലപ്പോൾ ഞാൻ ദോശയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് ചായ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഒരു 11 മണി 12 മണിയൊക്കെ ആകുമ്പോഴാണ് കുറച്ച് ചായ ഉണ്ടാക്കി കഴിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചക്ക മുറിച്ച് നോക്കിയപ്പോഴല്ലേ കണ്ടത് ഇടിയം വെക്കണ പരുവമല്ല, ഉപ്പേരിക്കുള്ളതായിട്ടുമില്ല. എന്നാലും ചക്കയല്ലേ, ഏത് പരുവായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അങ്ങനെയാണല്ലോ ചക്കയുടെ ഒരവസ്ഥ. അപ്പോൾ അതവിടെ നന്നാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് പാത്രങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അപ്പം തന്നെ കഴുകി വയ്ക്കുകയാണ്. അങ്ങനെ വെണ്ടക്കായും അപ്പം തന്നെ ഞാൻ നുറുക്കിയെടുക്കുകയാണ്. അപ്പം നമ്മുടെ വെണ്ടയമ്മയാണെങ്കിൽ എപ്പോഴും വെണ്ടക്കായ ഉണ്ടാവണ ഒരു വെണ്ടയാണ്. എപ്പോഴും എന്ന് പറഞ്ഞാൽ
സീസണിലൊന്നല്ല, എപ്പോഴും നമുക്ക് കിട്ടും. അത് വേണമെങ്കിൽ മുള്ള് പോലെ ഇങ്ങനെ കുരുകുരാന്നുണ്ടാവും. അപ്പോൾ അതെന്താണെന്ന് അറിയില്ല, നമ്മൾ പൊട്ടിക്കുമ്പോൾ നമ്മുടെ കൈമ മുള്ള് കയറണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വെണ്ടയ്ക്ക അരിയലൊക്കെ കഴിഞ്ഞു. പിന്നെ ചാള ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ചക്ക അവിടെ ക്ലീൻ ചെയ്ത് ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി കുക്കറിലിട്ട് വേവിക്കണം. ചാള നല്ല വലുപ്പമുള്ള ചാളയായിരുന്നു കേട്ടോ, ഞാൻ കാണിച്ചു തന്നില്ലേ. നല്ലോണം പലിഞ്ഞീനുണ്ടായിരുന്നു. ഞാൻ അപ്പം ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ മാറ്റി വയ്ക്കുക. പിന്നെ ലാസ്റ്റ് ക്ലീൻ ചെയ്യാൻ നിൽക്കില്ല. നന്നായിട്ട് പലിഞ്ഞീനൊക്കെ കിട്ടി. അപ്പോൾ ചാളയും ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ റോബസ്റ്റ് പഴം കഴിച്ചു രാവിലെ. അപ്പോൾ ഞാൻ കഴിച്ചില്ല, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം കഴിച്ചില്ല. ഇപ്പോഴാണ് ഞാൻ കഴിക്കാനിരുന്നത്. അങ്ങനെ മീൻകറി വെക്കുകയാണ്. അപ്പോൾ മീൻകറി ഞാൻ നാളികേരവും ഇഞ്ചിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് അരച്ചത്. ആദ്യമൊക്കെ നമ്മൾ അമ്മിക്കല്ലിലല്ല, എൻ്റെ ഉമ്മയൊക്കെ എന്നും അമ്മിക്കല്ലിലാണ് മീൻ അരച്ചെടുക്കുക. എന്ത് കറിക്കായാലും അമ്മിക്കല്ലിൽ അരയ്ക്കുള്ളൂ. നാളികേരം ഒതുക്കണേലും അമ്മിക്കല്ലിൽ തന്നെ വെച്ച് അരയ്ക്കുള്ളൂ. നല്ലൊരു അമ്മിക്കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പോൾ പഴയ വീട്ടിൽ നിന്നൊക്കെ മാറിയപ്പോൾ അതൊക്കെ പോയി. അങ്ങനെ ഞാൻ ഉപ്പൊക്കെ ഇട്ട് പുളി ഇട്ട് കൊടുത്തു. മീൻ കറിയിലേക്ക് പച്ചമുളകും കുറച്ച് ഇട്ട് കൊടുത്ത് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗമ്മ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ തിളച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ മീൻ ഇട്ട് കൊടുക്കുള്ളൂ. ഏത് കറിയിലും അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. കുറച്ചൊക്കെ ഒറ്റ തിളച്ച് കിട്ടുന്ന മീനാണെങ്കിൽ ഞാൻ ഏറ്റവും ലാസ്റ്റ് തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. നല്ലോണം ചാറൊക്കെ വറ്റിയതിന് ശേഷം തന്നെ ഇട്ട് കൊടുക്കുള്ളൂ. അങ്ങനെ ഇനി വെണ്ടയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാനാണ് പോണത്. വെണ്ടയ്ക്കയിലേക്ക് സബോളയും പിന്നെ ഞാൻ എല്ലാ ഉപ്പേരികളിലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും. ഒരു മഞ്ഞ കളറ് കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ. അങ്ങനെ അത് മൂടി വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക ഇട്ട് ഇളക്കി മൂടി വെച്ച്. അപ്പോൾ ചക്കതേ കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ നമ്മുടെ കുറച്ച് വെള്ളം ഒഴിക്കണം ഇതിലോട്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് അധികം മൂക്കാത്ത ചക്കയാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ ഒരു വിസിൽ കളയാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു വിസിൽ കഴിയുമ്പോൾ തന്നെ വെന്ത് കിട്ടും നമുക്ക്. അങ്ങനെ ചോറ് തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മീൻകറി കാച്ചാൻ വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ കാച്ചി മീൻകറിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻകറിയുടെ പണിയും അവിടെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ ചക്ക നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചക്കയിലേക്ക് കടുക് പൊട്ടിച്ചു. പിന്നെ സബോള വെളുത്തുള്ളി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി. ഇനി മൊരിഞ്ഞ് വരുമ്പോൾ ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുകയും ചെയ്യാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ വേവിച്ചത്. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ പ്ലാവ് ഉണ്ടായിരുന്നു. ചക്കമരം എന്ന് പറയുന്നത് പ്ലാവ് ഉണ്ടായിരുന്നു. പല സൈസിലുള്ള പല തരത്തിലുള്ള ചക്കകളായിരുന്നു. അന്നൊക്കെ ഇടിയം വെക്കൽ കുറവാണ്. ഉപ്പേരി ഉണ്ടാക്കും ഇതേപോലെ. പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് ചക്ക ഉപ്പേരി വേണമെന്ന് പറയുമ്പോൾ ഇതേപോലെ ഉപ്പേരി വയ്ക്കും. പിന്നെന്താ എലശ്ശേരി വയ്ക്കും. പിന്നെ പുഴുങ്ങും, നാളികേരൊക്കെ ഇട്ട് ഇങ്ങനെ പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ കറികളാണ് ചോറ്, വെണ്ടയ്ക്ക ഉപ്പേരി, ചക്ക ഉപ്പേരി വെച്ചത്, പിന്നെ മീൻകറി. ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ. അങ്ങനെ കുറച്ച് എല്ലാം കാച്ചലൊക്കെ കഴിയുമ്പോൾ നമുക്ക് പാത്രങ്ങൾ പിന്നെയും ബേസിനിൽ വരുമല്ലോ. അപ്പോൾ അതൊക്കെ വേഗം കഴുകി എടുത്ത് വെച്ച് മാറ്റി വെക്കുകയാണ്. അല്ലെങ്കിൽ കുറേ പാത്രം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടും. അപ്പോൾ 12 മണിയായപ്പോൾ മോള് CUTയുടെ ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ ക്ലാസ്സിനാണ് പോണത്. അപ്പോൾ അവളെ കൊണ്ടാക്കാൻ വേണ്ടി ഒക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞിട്ട് സാരി ഉടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇക്ക വീഡിയോ എടുത്തതാണ് സാരി ഉടുത്തത്. അങ്ങനെ ഞാൻ കിച്ചണിലോട്ട് വന്ന് സാരി ഞാൻ വീട്ടിൽ ആദ്യമൊക്കെ എപ്പോഴും എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ചുരിദാറൊക്കെ ഇട്ട് തുടങ്ങിയത്. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. ചക്കുപ്പേരിയും വെണ്ടയ്ക്ക ഉപ്പേരിയും മീൻ കറിയും കൂട്ടിയിട്ടാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത്. ചോറ് തീരെ കഴിക്കണില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ കമൻ്റ് ഇടാൻ പ്രത്യേകിച്ച് ഞാൻ പറയാറുണ്ട്. കമൻ്റ് ഇടാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റുമാണ് എനിക്ക് ഒരേ സപ്പോർട്ടാവുക. അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ളോഗ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ പുറത്ത് കുറച്ച് പണികളും കൂടെ എനിക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കും. അപ്പോൾ ഞാനും ഇക്കയും കൂടി മാത്രമേ ഉള്ളൂ ലഞ്ച് കഴിക്കാൻ. മോള് ക്ലാസ്സിൽ പോയില്ലേ. അങ്ങനെ ഞാനൊരു 3 മണി 3:30 ആയപ്പോൾ ഞാൻ പിന്നെ പുറത്തൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്ന് മുറ്റമൊക്കെ ഒന്ന് അടിക്കണമായിരുന്നു. മുറ്റം അടിക്കാനൊന്നുമില്ല, എന്നാലും വെറുതെ ഒന്ന് അടിച്ചിടാൻ വേണ്ടിയിട്ട് സപ്പോർട്ടയുടെ കുറച്ച് ഇലകളൊക്കെ വീഴും. അപ്പോൾ അതൊക്കെ ഒന്ന് അടിക്കാം. പിന്നെ സിറ്റ് ഔട്ടൊക്കെ ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇക്ക അവിടെ പുറത്ത് വരെ പണികൾ ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് കുക്കുംബറിൻ്റെ തൈ കുഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെന്തുട്ടാ പച്ചമുളകുണ്ട്, വെണ്ടയ്ക്കുണ്ട്, വഴുതനങ്ങയുണ്ട്. അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോയിൽ പിന്നെ കാണിച്ചു തരാം കേട്ടോ.
അങ്ങനെ ഞാൻ ടൈലൊക്കെ ഇട്ട ഭാഗമൊക്കെ ഒന്ന് അടിക്കുകയാണ്. അപ്പോൾ ഇക്ക അവിടെ ഒരേ പണികളൊക്കെ ചെയ്യേണ്ട അവരെ അങ്ങനെ ഒരേ വള്ളിമേൽക്ക് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പണികളൊക്കെ എനിക്ക് ചെയ്യണത്. അങ്ങനെ ഞാനും പുറത്ത് കുറച്ച് നേരം ഇങ്ങനെ നടക്കും. നമുക്ക് കുറച്ച് നേരം ഇങ്ങനെ നടക്കാനൊരു ഇഷ്ടമല്ലേ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ പച്ചമുളക് ചുവന്ന് നിൽക്കണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചെടുത്തത് വെള്ളമുളക് ഉണ്ടാവും. അപ്പോൾ വെള്ളമുളക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വ്ളോഗായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ടാറ്റ ബൈ.